ഹേ എവരി വൺ. അപ്പോൾ DLED 2026-28 വർഷത്തെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ കാത്തിരുന്ന പോലെ തന്നെ ഓരോ ജില്ലകളുടെ ആയിട്ട് വന്ന് തീരാറായിട്ടുണ്ട്. ഇനി 3-4 ജില്ലകളുടെ മാത്രമേ വരാനുള്ളൂ. അത് വരുന്ന ദിവസങ്ങളിൽ ഉടനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ PDF വേണ്ട കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരാം. അതിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ PDF അവൈലബിൾ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നലെ ട്രിവാൻഡ്രം അതുപോലെ തന്നെ ആലപ്പുഴ ഈ 2 ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് ഇൻ്റർവ്യൂവിന് പോകേണ്ടതാണ്. ഇൻ്റർവ്യൂവിന് പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ചാൻസ് കട്ടാവാൻ അല്ലെങ്കിൽ ആ സീറ്റ് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ആ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് വേണ്ട ഡോക്യുമെൻറ്റ്സുമായിട്ട് ഇൻ്റർവ്യൂവിന് പോവുക. പിന്നെ പറയാനുള്ള കാര്യം, അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ഇൻ്റർവ്യൂ സമയത്ത് ചോദിക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അത് അഡ്മിഷൻ്റെ ടൈമിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ക്ലാസ്സസ് എന്നാണ് തുടങ്ങുക എന്നുള്ളതിനെപ്പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ഒരു ജൂലൈ 15 അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ചിലപ്പോൾ ക്ലാസ്സസ് തുടങ്ങും. അത് ഓരോ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് വരുന്നതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കാം. പിന്നെ തൃശ്ശൂർ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. തൃശ്ശൂർ ജില്ലയിൽ DD ഓഫീസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഈ വരുന്ന 6, 7, 8 തീയതികളിലായിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഒന്നെങ്കിൽ അവർ ഫോൺ വഴി കോൺടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങൾ ആപ്ലിക്കേഷൻ ടൈമിൽ രജിസ്റ്റർ ചെയ്ത മെയിൽ ID-യിലേക്ക് നിങ്ങൾക്കൊരു മെയിൽ വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എത്രയും പെട്ടെന്ന് നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.